ഹൈ ഗൈസ്, ഈ അടുത്ത കാലത്ത് വളരെ ട്രെൻഡായി മാറിയ ഒന്നാണ് പാരലാക്സ് വീഡിയോസ്. ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ പാരലാക്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഏതെങ്കിലും ഒരു ആനിമി ആർട്ടിൻ്റെ ഇമേജ് വേണം. ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് പറ്റിയൊരു AI മോഡലുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ വേറൊരു ചാനലല്ല, എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ല, തീർച്ചയായിട്ടും പോയി ആ വീഡിയോ കാണുക. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി അതല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ് വേണമെങ്കിലും നമുക്ക് പാരലാക്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒന്ന് ഡെപ്ത് ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൂളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡെപ്ത് ഫ്ലോ ഇൻസ്റ്റാൾ ചെയ്ത് പാരലാക്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഡെപ്ത് ഫ്ലോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് FFmpeg Miniconda നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോവുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഡെപ്ത് ഫ്ലോയിലേക്ക് വരാം. സ്റ്റാർട്ട് മെനുവിനകത്ത് വരിക, സെർച്ച് ചെയ്യുക ആനാക്കോണ്ട പ്രോംപ്റ്റ്. ഓക്കെ, ആദ്യമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു കോണ്ട വെർച്വൽ എൻവയറമെൻ്റ് ആണ്. അതെങ്ങനെയാണ് നോക്കാം. ഇത്രേ ഉള്ളൂ. ആനാക്കോണ്ട പ്രോംപ്റ്റിനകത്ത് ടൈപ്പ് ചെയ്യുക കോണ്ട ക്രിയേറ്റ് സ്പേസ് -n. ഇനി നമുക്ക് വെർച്വൽ എൻവയറമെൻ്റ് ഒരു പേര് കൊടുക്കണം. നമുക്ക് ഡെപ്ത് ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോ വരെ ആക്കാം, അല്ലെങ്കിൽ വേണ്ട FL എന്ന് എടുക്കാം, അത് മതി. അല്ല വേണ്ട, F എന്ന് കിടക്കട്ടെ, ഡെപ്ത് F, അത് മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എടുക്കാൻ കേട്ടോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് Python = 3.10 അതിൻ്റെ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കാം. ഓക്കെ, അധികം വൈകാതെ നമുക്ക് വേണ്ട കുറേ പാക്കേജുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും. ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കാം. അധികം വൈകാതെ നമ്മുടെ വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ വെർച്വൽ എൻവയറമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കാം. കോണ്ട എന്ന് ടൈപ്പ് ചെയ്യുക, ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഡെപ്ത് F എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെർച്വൽ എൻവയറമെൻറ്റ് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് CLS എന്ന് ടൈപ്പ് ചെയ്തൊന്ന് സ്ക്രീൻ ക്ലിയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഡെപ്ത് ഫ്ലോ ആണ്. അതെങ്ങനെയാണ് നോക്കാം. പിപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഡെപ്ത് ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇത്രയുള്ള കാര്യം, വളരെ സിമ്പിളാണ് ഗൈസ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡെപ്ത് ഫ്ലോയുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഡെപ്ത് ഫ്ലോ സെറ്റപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നോക്കാം. സ്ക്രീനൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം, എന്നിട്ട് ടൈപ്പ് ചെയ്യുക ഡെപ്ത് ഫ്ലോ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അത്രേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു PyTorch ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ഏത് PyTorch ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. CPU സപ്പോർട്ട് ചെയ്യുന്ന PyTorch ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ CPU എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ മതി. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ NVIDIA ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, അതിൻ്റെ പെർഫോമൻസ് ഉപയോഗിക്കണം നിങ്ങൾക്ക് ആരും ഉണ്ടെങ്കിൽ CUDA സപ്പോർട്ട് ചെയ്യുന്ന PyTorch വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അതിനെന്ത് ചെയ്യണം, CUDA എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇനി നിങ്ങൾ ലിനക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, AMD ഗ്രാഫിക്സ് കാർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിൻ്റെ റോക്കമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ റോക്കം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കാവുന്നതാണ്. അപ്പം റോക്കം സപ്പോർട്ട് ചെയ്യുന്ന PyTorch ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിൻഡോസിൽ റോക്കം സപ്പോർട്ട് ചെയ്യത്തില്ലയോ എന്ന് ചോദിച്ചേക്കാം. PyTorch എൻ്റെ അറിവ് വെച്ചിട്ട് റോക്കം വിൻഡോസിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ CPU അങ്ങ് അടിച്ചാൽ മതി കേട്ടോ. CPU നല്ല പെർഫോമൻസ് ആണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയിട്ട്. എന്തായാലും ഗൈസ്, എന്താണ് നിങ്ങളുടെ അനുയോജ്യമായതെന്ന് തോന്നുന്നത് അതടിക്കുക. അപ്പോൾ ഞാൻ CUDA ആണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് CUDA ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അധികം വൈകാതെ വേണ്ടപ്പെട്ട ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വളരെ എളുപ്പം ഇൻസ്റ്റാൾ ചെയ്തു. ഒന്നാമത്തെ ഈ വീഡിയോ പലതവണ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാക്കേജുകളുടെയൊക്കെ ക്യാഷ് വന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് അതങ്ങ് വിട്. ഓക്കെ, നമ്മൾ വെർച്വൽ എൻവയറമെൻറ്റ് ഡെപ്ത് ഫ്ലോ നമ്മൾ ഇപ്പോൾ ഇതാ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഡെപ്ത് ഫ്ലോ റൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം, നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഡെപ്ത് ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഗ്രേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക. വേറൊരു വീഡിയോ ഞാൻ G റേഡിയോ എന്നാണ് ഇതിനെ വായിച്ചത് കേട്ടോ. എൻ്റെ തെറ്റാണ്, പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു, ക്ഷമിക്കുക. ഗ്രേഡിയോ എന്നാണ് ഇതിനെ ശരിയായ രീതിയിൽ പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രേഡിയോ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുക്കാം. അധികം വൈകാതെ ഒരു ലിങ്ക് വന്നിട്ട് നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അലോ ചെയ്യാൻ ചോദിച്ചിരിക്കും. ഓക്കെ, അലോ കൊടുക്കാം. ഓക്കെ, ഇതാ ഡെപ്ത് ഫ്ലോയുടെ യൂസർ ഇൻ്റർഫേസ് നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസറിനകത്ത് ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഒന്ന് പാനിക്കാവും. പേടിക്കണ്ട, വളരെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഈ ഡെപ്ത് ഫ്ലോയുടെ അവിടെ ആയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഏത് ഇമേജാണ് പാരലാക്സ് വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്നെങ്കിൽ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിടാം, അല്ലെങ്കിൽ ഇതേ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും. അപ്പം എന്നിട്ട് നിങ്ങളുടെ ഏതാണ് ഇമേജ് നിങ്ങൾ പാരലാക്സ് ആക്കാൻ ഉപയോഗിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഈ കാറാണ് പാരലാക്സ് വീഡിയോ ആക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ അധികം വൈകാതെ അതിൻ്റെ ഒരു ഡെപ്ത് മാപ്പ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഡെപ്ത് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇനി അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്ത് ഡെപ്ത് മാപ്പ് കണക്ക് കൂട്ടാനുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഡെപ്ത് എനിത്തിങ് V2 ആണ് ഡിഫോൾട്ട് വരുന്നത്. പിന്നെ ഡെപ്ത് പ്രോ ഉണ്ട്, സോയ് ഡെപ്ത് ഉണ്ട്, മാരിഗോൾഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഡെപ്ത് പ്രോ വന്നിട്ട് 2 GB അടുത്തങ്ങാണ്ട് വരും അതിൻ്റെ ഫയൽ സൈസ് എന്നുള്ളത്. അതായത് നിങ്ങൾ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടായിട്ട്
അത് വേണ്ട ഫയൽ ഡൗൺലോഡ് ചെയ്യും ഓൺലൈനിൽ നിന്ന്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഡെപ്ത് എനിത്തിങ് V2 ആണ് ഓപ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റ് ക്ലിക്ക് കൊടുക്കാം. അതിൻ്റെ ഒരു ഡെപ്ത് മാപ്പ് ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് പാലക്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയുള്ള കാര്യം. ഇവിടെ റെൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അധികം വൈകാതെ പാലക്സ് വീഡിയോ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇതാ കണ്ടില്ലേ, പാലക്സ് വീഡിയോ ക്രിയേറ്റ് ആയി കണ്ടില്ലേ. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ച് 5 സെക്കൻഡ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. കണ്ടില്ലേ, നല്ലൊരു കിഡിലൊരെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി മറ്റൊരു ചിത്രം എടുത്ത് നോക്കാം. ഇതാണ്ട് ഒരു ലേഡിയുടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെപ്ത് മാപ്പ് കണക്ക് കൂട്ടുകയാണ്. ഓക്കെ, ഇതാ ഗൈസ്, അതിൻ്റെ ഡെപ്ത് മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി അപ്ലോഡ് ചെയ്താലും അതിൻ്റെയും ഡെപ്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതോട്ടിരിക്കട്ടെ. ഡെപ്ത് മാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് റെൻഡർ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ അതിൻ്റെ ഒരു പാരലാക്സ് വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പ്രോസസ്സിങ് എന്തായാലും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ അനുസരിച്ചൊക്കെ ഇരിക്കുമായിരിക്കും എത്ര ഫാസ്റ്റ് പ്രോസസ്സ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല കിഡിലായിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 5 സെക്കൻഡാണ് വരുന്നത് അല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ 30 സെക്കൻഡ് വേണമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് വേണമായിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻസ് താഴെട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ത്തോ ഹൈറ്റോ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ സൂപ്പർ സാമ്പിളിങ് ആൻറ്റി ഏലിയസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എഡ്ജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. പക്ഷേ വലിയ വ്യത്യാസമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും നിങ്ങൾക്ക് അത് മാറ്റം വരുത്തി നോക്കാം കേട്ടോ. പിന്നെ ഷെയ്ഡ് ക്വാളിറ്റിയാണ്. ഇത് ശരിക്കും ഈ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതും കൂട്ടിയപ്പോൾ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നിങ്ങൾ ഒന്ന് മാറ്റിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ചുഴിഞ്ഞ് നോക്കണം, എന്നിട്ട് എന്ത് മാറ്റമാണ് വന്നതെന്നുള്ളത്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇനി താഴോട്ട് വരാം. ഡ്യൂറേഷൻ നമുക്ക് സാധാരണ ഡിഫോൾട്ട് 5 സെക്കൻഡ് ആണല്ലോ നമ്മൾ നേരത്തെ കണ്ടത്. നമുക്കിവിടെ 30 സെക്കൻഡ് വരെ എടുക്കാൻ പറ്റും കേട്ടോ. 30 എടുക്കാം, അല്ലെങ്കിൽ 15 സെക്കൻഡ് മതിയെങ്കിൽ 15 എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം റേറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 60 ഫ്രെയിം റേറ്റ് ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് മാക്സിമം 120 വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, 60 വരെ നമുക്ക് മതി. പിന്നെ ലൂപ്പ് കൗണ്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം 30 സെക്കൻഡാണ് മാക്സിമം ഇവിടെ ലിമിറ്റ് വരുന്നത് അല്ലേ. 30 സെക്കൻഡിന് മുകളിലോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂപ്പ് കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ലൂപ്പ് കൗണ്ട് 1 ആക്കി കഴിഞ്ഞാൽ, 1 അല്ല 2 ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ 1 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ലൂപ്പ് ചെയ്തായിരിക്കും വരുന്നത് കേട്ടോ. പക്ഷേ 1 മിനിറ്റുള്ള വീഡിയോ റെൻഡർ ആവുന്നതായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഇതാ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിവിടെ 30 സെക്കൻഡ് ആക്കിയപ്പോഴത്തേക്കിന് അതനുസരിച്ച് ഇതിനകത്ത് മോഷനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഈ ഡ്യൂറേഷന് ബന്ധപ്പെട്ടായിരിക്കും ഇവിടുത്തെ സാധാരണ ഡിഫോൾട്ട് ആനിമേഷൻ വരുന്നത്. ബട്ട് ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാമറ മൂവ്മെൻറ്റ് കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനാണ് ഇവിടെ അനിമേഷൻ WIP എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ WIP എൻ്റെ ഉദ്ദേശം വെച്ചിട്ട് അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് ഈ ടൂൾ ഡെവലപ്പ് ചെയ്യുന്നവർ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷനൊക്കെ വർക്ക് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ആനിമേഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. സർക്കിൾ, ഡെപ്ത് സ്റ്റേറ്റ്, ഡോളി, ഹോറിസോണ്ടൽ, ഓർബിറ്റൽ, വെർട്ടിക്കൽ, സൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോളി ആണെങ്കിൽ ഡോളി സൂം ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതിലെ ഹോറിസോണ്ടൽ എടുക്കാം. ഓക്കെ, വെർട്ടിക്കൽ അല്ല, ഹോറിസോണ്ടൽ എടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇത് ഓൺ ആക്കണം. ഇവിടെ ഇനാബിൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. ശേഷം നമുക്കിവിടെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കൂട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ആ ക്യാമറയുടെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്നതായിരിക്കും. കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ക്യാമറ മൂവ് ചെയ്യും, കുറച്ച് വേഗത്തിലൂടെയായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഓപ്ഷൻ ചെയ്യുന്നത് ഇതാണ്, ക്യാമറ ഇടത്തോട്ടും വലത്തോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. ഔട്ട്പുട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഓക്കെ, ക്യാമറ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഒത്തിരി അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നങ്ങൾ വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, കാരണം എന്താ പറഞ്ഞാൽ സാധാരണ ഈ ടൂള് ഇപ്പം ഇതിനെ ലെയർ ബൈ ലെയർ ആക്കി മാറ്റിയേക്കാണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് അത് ശരിക്കും ഫില്ല് ചെയ്യുന്നില്ല ആ ഭാഗം. അത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു AI മോഡൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ അധികം കിടന്ന് മൂവ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു അത്യാവശ്യമുള്ള മൂവ്മെൻറ്റ് മതി, ഒരു 3D അനുഭവം കൊണ്ടുവരാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മതി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒത്തിരി ഇൻറ്റൻസിറ്റി ഒന്നും ആഡ് ചെയ്യാതിരിക്കുക, ഒരു എന്താ പറയുക കുറച്ചൊക്കെ മതി. ഓക്കെ, പിന്നെ താഴോട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിയും. അതായത് ആദ്യമേ സാധാരണ ഇതിൽ വലത്തോട്ട് ആദ്യം ചെന്നിട്ട് പിന്നെ ഇടത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. റിവേഴ്സിനകത്ത് ആദ്യം ഇടത്തോട്ട് ചെന്നിട്ട് പിന്നെ വലത്തോട്ട് പോകും, അതാണ് ഓപ്ഷൻ. പിന്നെ കുമുലേറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ അത് ഞാൻ ഉപയോഗിച്ചപ്പോൾ കാര്യമായിട്ട് എന്തോ മാറ്റം വന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ സ്മൂത്ത് എന്നുള്ളത് നമ്മുടെ ക്യാമറ മൂവ്മെൻറ്റ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ ലൂപ്പ് എന്നുള്ള ഓപ്ഷനാണ്. ലൂപ്പ് എന്നുള്ള ഓപ്ഷൻ വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ശരിക്കും 30 സെക്കൻഡ് വീഡിയോ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു 15 അതിൻ്റെ താഴെയോ ഒരു 8 സെക്കൻഡൊക്കെ ജനറേറ്റ് ചെയ്താൽ മതി കേട്ടോ.
എന്നിട്ട് ഈ ലൂപ്പ് ഓപ്ഷൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ റിപ്പീറ്റായിട്ട് പ്ലേ ആണെങ്കിൽ അറിയാൻ പോലും പറ്റത്തില്ല ഇത് എവിടെയാണ് തീരുന്നതെന്നുള്ളത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൂപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാമറ മൂവ്മെൻറ്റിനകത്ത് അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നമുക്കറിയാൻ പറ്റും അത് എവിടെയാണ് തീരുന്നതെന്നുള്ളത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഗൈസ് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഒരു വീഡിയോ നമ്മൾ ജനറേറ്റ് ചെയ്തു, ഇത് ഇനി ഡൗൺലോഡ് ചെയ്യണ്ടായോ? അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ട് ഇവിടെ ക്ലിക്ക് കൊടുത്താൽ മതി, അധികം വൈകാതെ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഇതാ കണ്ടില്ലേ? ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതാ കണ്ടില്ലേ? ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ഒന്നും ക്യാമറ മൂവ് ആയിരിക്കുന്നതാണ് നല്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ നൈസായിട്ട് എനിക്ക് തോന്നുന്നു ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷൻ, ഈ ആനിമേഷൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷനാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് 8 സെക്കൻഡ് ഇട്ട് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ ഫിനിഷ് ആയല്ലോ. ഓക്കെ, ഇതാ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ. കണ്ടില്ലേ? നമ്മുടെ ആ ഒരു പ്രശ്നം, നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു പ്രശ്നം നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ ഭാവിയിൽ ഈ ടൂളിനകത്ത് കുറേ മാറ്റം വരുമായിരിക്കാം. ആ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ ഫില്ല് ചെയ്യുമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും മോഡൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് കൊടുക്കുക, അപ്പം നമുക്കത് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ വിഡ്ത്ത് ഹൈറ്റും ഒക്കെ മാറ്റാം. പിന്നെ ഇവിടെ അപ്സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലോ റെസൊല്യൂഷൻ ഇമേജാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ അപ്സ്കെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് അപ്സ്കെയിൽ ചെയ്ത് ഇവിടെ വരുന്നതായിരിക്കും. അതനുസരിച്ച് ഇവിടെ ഹൈറ്റും വിഡ്ത്തിനകത്തും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതിലേക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല. പിന്നെ ഡ്യൂറേഷനും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആനിമേഷനകത്ത് ഞാൻ പറഞ്ഞു പലതരം ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ക്യാമറ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം നിങ്ങൾ ട്രൈ നോക്കുക. അത്രയാണ് ഗൈസ് വരുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അതിനകത്ത് ഒരു ടർബോ പൈപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കാര്യമായിട്ടൊന്നും അതിനകത്തൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും ഇതൊരു ആൽഫ സ്റ്റേജ് ഇരിക്കുന്ന ടൂളാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ തന്നെയാണ് അവർ അവരുടെ സൈറ്റിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.